പവി കെയർ ടേക്കർ വളരെയധികം എക്സ്പെക്ടേഷനോട് കൂടിയിട്ടാണ് ഈ പടത്തിന് പോയത്. കാരണം ഇതിന്റെ സ്ക്രിപ്റ്റ് രാജേഷ് രാഘവനാണ്. അദ്ദേഹത്തിന്റെ ലാസ്റ്റത്തെ മൂവി ആയിട്ടുള്ള അരവിന്ദന്റെ അതിഥികൾ ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു മൂവി തന്നെയാണ്. അത് പലരുടെയും ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പടമാണ്. ആൻഡ് വിനീത് കുമാറിന്റെ ഡയറക്ഷൻ, അങ്ങനെയുള്ള ഒരുപാട് ആ ഒരു ട്രെയിലറും ടീസറൊക്കെ അത്യാവശ്യം ഒരു പ്രതീക്ഷ തന്നിരുന്നു. പക്ഷെ പടം കണ്ടപ്പോൾ ഒരു അന്തവും കുന്തും ഇല്ലാത്ത കുറെ കഥാസന്ദർഭങ്ങൾ കുത്തി നിറച്ചിട്ടുള്ള ഒരു പടമായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റോറി, പവിത്രൻ എന്ന് പറയുന്ന ഒരു കെയർ ടേക്കർ, ഒരു ഫ്ലാറ്റിന്റെ കെയർ ടേക്കർ, ആളുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ അതിനിടയിൽ ഉണ്ടാകുന്ന ചില രസകരങ്ങളായ സംഭവങ്ങൾ ഇതൊരു 2.5 മണിക്കൂർ മൂവി എന്നുള്ള രീതിയിൽ എടുത്തു വെച്ചിട്ടുള്ളതിൽ ആ സ്ക്രീൻ പ്ലേയിൽ വന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഫോൾട്ടാണ് പടത്തിന്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ്. പ്രത്യേകിച്ച് ഈ സിനിമയിലെ ചില മൊമെന്റ്സുകൾ നല്ല രീതിയിൽ വർക്കൗട്ടായി നമ്മളെ ഒന്ന് ആ പടത്തിന്റെ ട്രാക്കിലേക്ക് കൊണ്ടുവരാണ്. ഫോർ എക്സാമ്പിൾ, ഇതിന്റെ പോസിറ്റീവിൽ ആദ്യം തന്നെ പറയേണ്ടത്, പടത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ ആദ്യത്തെ ഒരു 2.25 മണിക്കൂറോളം വളരെ മടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു പടത്തിന്റെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം ആളുടെ വീട്ടിലെ പേഴ്സണൽ ലൈഫിലെ ബന്ധപ്പെട്ടുള്ള ഒരു സന്ദർഭം ഇങ്ങനെ വന്ന് ആ പടം ഒരു ഇന്റർവെല്ലിൽ വരെ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ കൊണ്ടെത്തിച്ചു. പക്ഷെ അതിനുശേഷം പിന്നെയും വരുന്ന ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലാഗ് അടിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പടത്തിന്റെ ഒരു മൂവ്മെന്റ്. ദിലീപിന്റെ സ്ഥിരം ചില മാനറിസംസ് ഉണ്ട് പണ്ടത്തെ കുറെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിൽ തന്നെ ഓവറായി പോയ പല സീനുകളിലും അതൊക്കെ കൊണ്ടുവന്ന് നമുക്ക് വളരെയധികം ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്ന ഒരു അവസ്ഥയായിരുന്നു, എപ്പോൾ കഴിയും എന്നുള്ള രീതിയിൽ. പിന്നെ പറയേണ്ടത്, ഈ സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞു വരുമ്പോഴേക്കും സിനിമ കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ നായികമാരുടെ കേസിന് എടുത്തു കഴിഞ്ഞാൽ ഒരു നായികമാർ തന്നെ ഒരു 5 നായികമാരുണ്ട്, നാലഞ്ച് നായികമാരുണ്ട്. ആൻഡ് ഇതിൽ ആരാണ് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ അറിഞ്ഞു വരുമ്പോഴേക്കും പടത്തിന്റെ ആ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ഇതിലത്തെ ഓരോരുത്തർക്ക് വല്ല ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൂ. ആൻഡ് ബാക്കി എല്ലാവരും ജസ്റ്റ് വന്നു പോകണു, അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഇമ്പോർട്ടന്റ് അല്ലാത്ത ആൾക്കാർ തന്നെയായിരുന്നു. ആൻഡ് ഈ പടത്തിന്റെ ഒരു ഇപ്പോൾ വിനീത് കുമാറിന്റെ ലാസ്റ്റത്തെ ഡിയർ ഫ്രണ്ട് ആയാലും ശരിക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു പടമാണ്. കാരണം അധികാരം ചർച്ച ചെയ്യാതെ പോയ, അല്ലെങ്കിൽ വളരെ കുറച്ച് പേരൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടുള്ളൂ, പക്ഷെ നല്ലൊരു മൂവി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആൻഡ് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പടത്തിലും അത്യാവശ്യം ഒരു ഫീൽ ഗുഡ് മൂവി എക്സ്പീരിയൻസ് തന്നെയാവും തന്നെ പ്രതീക്ഷിച്ചു. പക്ഷെ റബ്ബർ ബാൻഡ് നീളുന്ന പോലെ ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു പടത്തിൻ്റെത്. ഈവൻ പടത്തിലെ വളരെ നല്ല മൊമെന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആ ഒരു ഇമോഷണൽ സീനുകളൊക്കെ ഇപ്പൊ ദിലീപ് ചെയ്തിട്ടുണ്ട്. ദിലീപിന്റെ ചില ആള് മനസ്സിൽ ഒളിപ്പിച്ച് നടക്കുന്ന ചില അവസ്ഥകളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സീക്വൻസുകളൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്ക് തോന്നും അത്യാവശ്യം നല്ല രീതിയിൽ ഈ സീൻ ചെയ്യുന്നുണ്ടല്ലോ, ഒരു ഓവർ ആക്കാതെ വളരെ സാധാരണയായിട്ട്. ഇപ്പൊ എനിക്ക് ജസ്റ്റ് ഈ പടം കാണാൻ തുടങ്ങുന്നതിന് മുന്നേ ഓർമ്മ വന്നത് ലവ് 24/7 എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഒരു മൂവി ഉണ്ട്. എന്റെ ആ സിനിമ വളരെ നല്ല രീതിയിൽ നാച്ചുറൽ ആയിട്ട് അദ്ദേഹം ആ ഒരു ക്യാരക്ടറിനെ, രൂപേഷ് എന്ന് പറയുന്ന ഒരു ന്യൂസ് റിപ്പോർട്ടറിനെ അവതരിപ്പിച്ച ഒരു സിനിമയായിരുന്നു. അതുപോലുള്ള ഒരു പെർഫോമൻസ് ഇതിൽ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ പലയിടത്തും കോമഡി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കോപ്രായങ്ങൾ കാണിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ആൻഡ് പടം ശരിക്കും പറഞ്ഞാൽ വളരെയധികം നിരാശപ്പെടുത്തി. അത് തന്നെയായിരുന്നു പവി കെയർ ടേക്കറിന്റെ ഒരു എക്സ്പീരിയൻസ്. മറ്റുള്ള ലീഡിങ് ക്യാരക്ടേഴ്സിനായാലും യാതൊരു രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ, ഇപ്പോൾ നായികമാർ തന്നെ ഇത്ര പേരുണ്ട്, അതിൽ ആരാണ് ഈ ഒരു പടത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നൊക്കെ നമ്മളൊന്ന്, ഒരാളോടും നമുക്കൊരു കണക്ഷൻ തോന്നില്ല, ഒരു ഇമോഷണൽ കണക്ഷനോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനോടുള്ള ഒരു ഡെപ്ത് നമുക്ക് അവിടെ തോന്നുന്നില്ല. സോ അങ്ങനെ മൊത്തം, അപ്പോൾ മ്യൂസിക്കിന്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ മിഥുൻ മോഹനാണ് സിനിമയുടെ മ്യൂസിക്. ജസ്റ്റ് ആ ഒരു ഓണാഘോഷത്തിന്റെ ഒരു പാട്ടുണ്ടായിരുന്നു, ആ പാട്ട് ശരിക്കും കേൾക്കുമ്പോൾ ഒരു സ്പീക്കറിൽ ഭയങ്കരമായിട്ട് വെച്ചിട്ടുള്ള ഒരു പോലത്തെ ഇതായിട്ടാണ് തോന്നിയത്. ബാക്കിയുള്ള പാട്ടുകൾക്ക് അത്ര പ്രശ്നമായിരുന്നില്ല, ആ പാട്ടിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല. ആൻഡ് അത്ര മനസ്സിൽ തങ്ങി നിൽക്കുന്ന BGM അല്ലെങ്കിൽ മ്യൂസിക്കോ എവിടെയും തന്നെ ഉണ്ടായിരുന്നില്ല. സിനിമാറ്റോഗ്രഫി കൊള്ളായിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ സിനിമാറ്റോഗ്രഫി ഒക്കെ രസമുണ്ടായിരുന്നു. ചില മഴയൊക്കെയുള്ള ചില മൊമെന്റ്സ് ഒക്കെ അവർ എടുത്തു വെച്ചിട്ടുള്ളതൊക്കെ നന്നായിരുന്നു. ആൻഡ് എഡിറ്റിംഗ് ആണ് ശരിക്കും പടത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. കാരണം ഇത്രയും ഇപ്പൊ ഏകദേശം ഫസ്റ്റ് ഹാഫ് തോന്നുന്നു 1.25 മണിക്കൂറോളം ഉണ്ട് പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് ഡ്യൂറേഷൻ. ആൻഡ് സെക്കൻഡ് ഹാഫിലേക്ക് ഇതാവുമ്പോഴും നമ്മൾ പടം എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു. കാരണം നമ്മളൊന്ന് ഹുക്ക് ചെയ്തിരുത്താനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്കൊന്ന് പടം കുറച്ചും കൂടി നല്ല രീതിയിൽ അവസാനിക്കുകയാണല്ലോ തോന്നൽ പോലും നമുക്ക് എവിടെയും വരാത്ത ഒരു അവസ്ഥയായിരുന്നു പടം. സോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പടത്തെ കുറിച്ചുള്ള അഭിപ്രായം? കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക.